ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു സ്റ്റിക്കർ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതേ എൻ്റെ കയ്യിൽ സ്റ്റിക്കർ ഷീറ്റില്ലതാ, ഇങ്ങനെ സ്റ്റിക്കർ ഉണ്ടാക്കുന്ന ഈ ഷീറ്റ് എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് ഒരു കുഞ്ഞ് നല്ല രസമുള്ള ക്യൂട്ട് സ്റ്റിക്കർ ഉണ്ടാക്കാം കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ട് എനിക്കും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ വകയായിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്ന സ്റ്റിക്കർ ഷീറ്റ്സ് ആണ്. ഇത് ഇത്ര നല്ല കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇന്നൊരു ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കിത് ഈ ഷീറ്റിൽ എന്തൊക്കെ എഴുതാം, എന്തൊക്കെ ചെയ്യാം ഒക്കെ നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എൻ്റെ മറ്റേ സ്റ്റിക്കർ കാണുന്നില്ല, കവർ ഷീറ്റാണ്, അത് കാണുന്നില്ല. അപ്പോൾ ഞാൻ സ്റ്റിക്കർ ഇല്ലാണ്ട് എങ്ങനെയൊരു നമ്മുടെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പേര് എഴുതിയിട്ടുള്ള സ്റ്റിക്കേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, അത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പേരൊക്കെ എഴുതി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഐഡിയ ആണ് ഇതുപോലത്തെ നല്ല സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഞാൻ സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്, ഇത് കീറാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനിതിൽ ഇപ്പോൾ എഴുതണത് ആർക്കപ്പം എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവൾക്ക് വേണ്ടിയിട്ടാണ്. മേരി റോസി എന്നാണ് അവളുടെ പേര്. അത് നമുക്ക് അവൾക്ക് കൊടുക്കാം. മറ്റേ ഉണ്ണിക്കുട്ടീനെ നിങ്ങൾക്ക് അറിയായിരിക്കും, അവളുടെ യൂട്യൂബ് ചാനലിലൊക്കെയാണ്. അപ്പോൾ നമുക്ക് അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു സ്റ്റിക്കർ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് സ്റ്റിക്കറൊന്നും ഇങ്ങനെ കട്ട് ചെയ്തിട്ടില്ല, അതങ്ങനെ മടക്കിയിട്ടുണ്ട്. നമുക്ക് എത്ര ആൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നല്ല ഐഡിയയാണ്. അതേ ഇതിൽ ഉണ്ണിക്കുട്ടി എന്ന് എഴുതിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ നെയിം എഴുതാം. അതിന് വേണ്ടി ഞാനിത് ബ്രഷ് പെന്നാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എല്ലാവർക്കും ഞാൻ നെയിം എഴുതുന്നത് കാണിച്ചു തരാം. ഹലോ, അപ്പോൾ നമുക്ക് സ്റ്റിക്കർ എഴുതാം. ഞാൻ ഇതിൽ ഉണ്ണിക്കുട്ടി എന്നാണ് എഴുതുന്നത്, ഇതിലാണ് കേട്ടോ എഴുതുന്നത്. അപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതായത് ഞാനിത് ഇവിടെ ഉണ്ണിക്കുട്ടി എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാ ഉണ്ണിക്കുട്ടീസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് അവിടെ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞു പോലുണ്ട്. അതായത് ഉണ്ണിക്കുട്ടി എന്ന് എഴുതിയിട്ട് ഇനി നമുക്കിതിൽ ഡെക്കറേഷൻ ചെയ്യാം. ഞാനിതിൽ ഡെക്കറേഷൻ ചെയ്യാൻ എൻ്റെ കയ്യിൽ അത്ര സാധനങ്ങളൊന്നുമില്ല, എന്തെങ്കിലും നമുക്ക് സ്കെച്ചൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്യാം. അപ്പം ഞാനിവിടെ സ്കെച്ച് എടുക്കാൻ പോകുന്ന സമയം കൊണ്ട് നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതുകൊണ്ട് ഞാനിപ്പോൾ സ്കെച്ച് എടുത്തുകൊണ്ട് വരാം. നമുക്കിതിൽ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് സെറ്റാക്കണം. ഓക്കെ ഗൈസ്, ഞാൻ സ്റ്റിക്കറില്ലാണ്ട് നിന്നപ്പോഴാണ് ഞാൻ പണ്ട് ഒട്ടിച്ചിരുന്ന ഒരു പേപ്പറിലുള്ള